ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. കോവിഡ് വാക്സിൻ വിതരണം സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിമാരുമായി നാളെ ചർച്ച നടത്തും. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 96.42%. നെല്ല് സംഭരിച്ച വകയിൽ 71 ലക്ഷത്തോളം കർഷകർക്ക് കൈമാറിയത് 1 ലക്ഷത്തോളം കോടി രൂപ. പക്ഷിപ്പനി കൂടുതൽ മേഖലകളിലേക്ക് പടരാതിരിക്കാൻ നടപടിയെടുക്കണമെന്ന് കേന്ദ്രം. ബലാക്കോട്ട് വ്യോമാക്രമണത്തിൽ 300 ഭീകരർ കൊല്ലപ്പെട്ടെന്ന് മുൻ പാക് നയതന്ത്ര ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി നാളെ ചർച്ച നടത്തും. രാജ്യത്ത് കോവിഡ് വാക്സിൻ വിതരണം ഈ മാസം 16 മുതൽ ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് ചർച്ച നടത്തുന്നത്. വൈകിട്ട് 4 മണിക്ക് ഓൺലൈനായിട്ടാണ് ചർച്ച. ആരോഗ്യ പ്രവർത്തകരും കോവിഡ് മുന്നണി പോരാളികളും ഉൾപ്പെടുന്ന 3 കോടി ആളുകൾക്കാണ് ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകുക. തുടർന്ന് 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും 50 വയസ്സിന് താഴെ പ്രായമുള്ള അസുഖബാധിതരും ഉൾപ്പെടുന്ന 27 കോടിയോളം ആളുകൾക്കും വാക്സിൻ നൽകും. വാക്സിൻ വിതരണത്തിന്റെ തയ്യാറെടുപ്പുകൾ ഇന്നലെ പ്രധാനമന്ത്രി ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിക്കുന്ന കോവിഷീൽഡ്, ഭാരത് ബയോടെക്കിന്റെ കോവാക്സിൻ എന്നീ വാക്സിനുകൾക്കാണ് അനുമതി നൽകിയിട്ടുള്ളത്. വാക്സിനേഷന് മുന്നോടിയായി രാജ്യത്തുടനീളം 3 ഘട്ടമായി ഡ്രൈ റണ്ണും നടത്തിയിരുന്നു. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 96.42%. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 19,000-ലധികം രോഗികൾ സുഖം പ്രാപിച്ചതോടെ ആകെ രോഗമുക്തരുടെ എണ്ണം 1,75,000 കടന്നതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 2,24,190 പേർ മാത്രമാണ് നിലവിൽ ചികിത്സയിലുള്ളത്. മരണനിരക്ക് 1.44%. ഇന്നലെ 201 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ ആകെ മരണം 1,51,000 കേരളത്തിൽ കോവിഡിൽ നിന്നും മുക്തി നേടിയവരുടെ എണ്ണം 4,41,000 കടന്നു. ഇന്നലെ രോഗമുക്തരായ 6,793 പേർ ഉൾപ്പെടെയാണിത്. ഇനി 76,927 പേരാണ് ചികിത്സയിലുള്ളത്. ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 9,84,000 കടന്നു. ഇതിൽ 6,44,00,000-ലധികം പേർ രോഗമുക്തി നേടി. 19 ലക്ഷത്തിലധികം പേരാണ് രോഗബാധയെ തുടർന്ന് മരിച്ചത്. ബ്രിട്ടനിൽ എലിസബത്ത് രാജ്ഞിയും ഭർത്താവ് ഫിലിപ്പ് രാജകുമാരനും കോവിഡ് വാക്സിന്റെ ആദ്യ ഡോസ് സ്വീകരിച്ചു. ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ ഇന്നലെയാണ് ഇരുവർക്കും വാക്സിൻ നൽകിയത്. ബ്രിട്ടനിൽ ഇന്നലെ മാത്രം 1.5 ദശലക്ഷം പേർക്ക് വാക്സിൻ നൽകി. താങ്ങുവില ഉറപ്പാക്കിക്കൊണ്ടുള്ള സംഭരണത്തിലൂടെ നേട്ടമുണ്ടായത് രാജ്യത്തെ 71 ലക്ഷത്തോളം നെൽകർഷകർക്ക്. 1 ലക്ഷത്തോളം കോടി രൂപയാണ് ഈ ഇനത്തിൽ കേന്ദ്ര സർക്കാർ കർഷകർക്ക് കൈമാറിയത്. ഈ മാസം 8 വരെയുള്ള കണക്ക് പ്രകാരം 531 ലക്ഷം ടൺ നെല്ല് സംഭരിച്ചു. ഇത്തവണ കഴിഞ്ഞ വർഷത്തേക്കാൾ 26% വർധനയുണ്ട്. മൊത്തം സംഭരണത്തിന്റെ 38% പഞ്ചാബിൽ നിന്നാണ്. കേരളം ഉൾപ്പെടെയുള്ള 20-ലേറെ സംസ്ഥാനങ്ങളിൽ നെല്ല് സംഭരണം പുരോഗമിക്കുകയാണ്. 2025 ഇന്ത്യയെ $5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയാകണമെന്ന ലക്ഷ്യത്തോടെയുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. പ്രവാസി ഭാരതീയ ദിവസിനോടനുബന്ധിച്ച് നടന്ന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വേഗത്തിലുള്ളതും ഘടനാപരവുമായ പരിഷ്കാരങ്ങളിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലോകം കോവിഡ് പ്രതിസന്ധി നേരിടുന്ന കാലയളവിൽ ആഗോള കൂട്ടായ്മ ആവശ്യമാണെന്ന് സമ്മേളനത്തിൽ പങ്കെടുത്ത കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷ് വർദ്ധൻ പറഞ്ഞു. കോവിഡ് പ്രതിസന്ധിയെ അവസരമാക്കി ഉപയോഗപ്പെടുത്തുന്നതിനൊപ്പം കോവിഡ് സൃഷ്ടിച്ച ഗുണപരമായ മാറ്റങ്ങൾ നിലനിർത്തുക വെല്ലുവിളിയായി സ്വീകരിക്കണമെന്ന് സമ്മേളനത്തിൽ പങ്കെടുത്ത കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ ചതുഷ്കോണ റെയിൽപാതകളിലെ പരമാവധി വേഗത മണിക്കൂറിൽ 130 കിലോമീറ്ററായി ഇന്ത്യൻ റെയിൽവേ ഉയർത്തി. 1612 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ സഞ്ചാരപാതയിൽ ഈ വർഷം ആദ്യമാണ് വേഗത വർദ്ധിപ്പിച്ചത്. വിജയവാഡ ദുവാഡ വിഭാഗം ഒഴികെയുള്ള ദക്ഷിണ സെൻട്രൽ റെയിൽവേയിലൂടെയുള്ള മുഴുവൻ സഞ്ചാരപാതകളിലും വേഗതാ പരിധി മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു വരികയാണെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. മഹാരാഷ്ട്രയിലെ ഭണ്ഡാര ജില്ലാ ജനറൽ ആശുപത്രിയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ നവജാത ശിശുക്കൾ മരിച്ച സംഭവം വിദഗ്ധ സമിതി അന്വേഷിക്കും. ആരോഗ്യ ഡയറക്ടർ ഡോക്ടർ സാധന തായാഡെയുടെ നേതൃത്വത്തിൽ 6 അംഗ സമിതിയാണ് അന്വേഷണം നടത്തുന്നതെന്ന് മഹാരാഷ്ട്ര ആരോഗ്യമന്ത്രി രാജേഷ് ടോപ്പെ പറഞ്ഞു. 3 ദിവസത്തിനകം കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ഈ അപകടത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പഞ്ചാബിൽ സ്വകാര്യ കമ്പനികൾ പരുത്തി സംഭരണം തുടങ്ങി. കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള താങ്ങുവിലയേക്കാൾ നൽകിയാണ് കമ്പനികൾ കർഷകരിൽ നിന്നും പരുത്തി വാങ്ങുന്നത്. സർക്കാർ അംഗീകൃത ഏജൻസിയായ കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ക്വിന്റലിന് 5,665 മുതൽ 5,725 രൂപ വരെ വില നൽകുമ്പോൾ
സ്വകാര്യ കമ്പനികൾ ക്വിന്റലിന് 5,900 രൂപയാണ് വില നിശ്ചയിച്ചിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. പക്ഷിപ്പനി കൂടുതൽ മേഖലകളിലേക്ക് പടരാതിരിക്കാൻ നടപടിയെടുക്കണമെന്ന് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് സെക്രട്ടറി നിർദ്ദേശം നൽകി. സംസ്ഥാനങ്ങളിലെ ആരോഗ്യ വകുപ്പുമായി ഇക്കാര്യത്തിൽ നിരന്തരമായ ആശയവിനിമയവും ഏകോപനവും ഉറപ്പാക്കണമെന്നും കേന്ദ്രം സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പുകളോട് ആവശ്യപ്പെട്ടു. വിശദ വിവരങ്ങളുമായി പ്രിയ സുബലക്ഷ്മി. കേരളത്തിന് പുറമെ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ്, ഹരിയാന, ഗുജറാത്ത്, ഉത്തർപ്രദേശ് എന്നീ 7 സംസ്ഥാനങ്ങളിലാണ് ഇതുവരെ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ജലാശയങ്ങൾ, പക്ഷി വിപണന കേന്ദ്രങ്ങൾ, മൃഗശാലകൾ, കോഴി ഫാമുകൾ എന്നിവയ്ക്ക് ചുറ്റും നിരീക്ഷണം വർദ്ധിപ്പിക്കണമെന്ന് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ട്. ചത്ത പക്ഷികളെ ശരിയായ രീതിയിൽ മറവ് ചെയ്യണം. ഇവയെ നീക്കം ചെയ്യുമ്പോൾ സുരക്ഷാ കവചങ്ങളും ധരിച്ചിരിക്കണം. കോഴി ഫാമുകളിൽ കൂടുതൽ മുൻകരുതലെടുക്കണം. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൃത്യമായി കണ്ടെത്തി കേന്ദ്രത്തെ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്നും കേന്ദ്ര മൃഗസംരക്ഷണ ക്ഷീരസംരക്ഷണ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ പക്ഷിപ്പനി പ്രതിരോധത്തിന്റെ ഭാഗമായി വളർത്തുപക്ഷികളെ കൊല്ലുന്ന നടപടികൾ പൂർത്തിയായി. സംസ്ഥാനത്തെത്തിയ കേന്ദ്ര സംഘവും മേഖലകൾ സന്ദർശിച്ച് വിലയിരുത്തൽ നടത്തി. ഹരിയാന, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലും കേന്ദ്ര സംഘം സന്ദർശനം നടത്തിവരികയാണ്. അതിനിടെ ഛത്തീസ്ഗഡിലെ ബലൂച്ച് ജില്ലയിൽ കോഴി, കാട്ടുപക്ഷികളും ഡൽഹിയിലെ സഞ്ജയ് തടാകത്തിൽ താറാവുകളും കൂട്ടത്തോടെ ചാകുന്നതായി സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് കേന്ദ്രത്തെ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യം ഇന്ന് ലോക ഹിന്ദി ദിനം ആചരിക്കുന്നു. ദിനാചരണത്തോടനുബന്ധിച്ച് ദേശീയ, സംസ്ഥാന തലങ്ങളിൽ നിരവധി പരിപാടികൾ നടത്തുന്നുണ്ട്. 1975 ഇതേ ദിവസം നാഗ്പൂരിൽ ലോക ഹിന്ദി സമ്മേളനം സംഘടിപ്പിച്ചതിന്റെ സ്മരണാർത്ഥമാണ് ഈ ദിനം ആചരിക്കുന്നത്. പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറുടെ വസതിയായ രാജ്നിവാസിന് മുന്നിൽ മുഖ്യമന്ത്രി വി നാരായണസ്വാമി നടത്തുന്ന പ്രതിഷേധ സമരം തുടരുന്നു. ലഫ്റ്റനന്റ് ഗവർണർ കിരൺ ബേദിയെ കേന്ദ്ര ഗവൺമെന്റ് തിരിച്ചുവിളിക്കണം എന്നാവശ്യപ്പെട്ടാണ് സമരം. 4 ദിവസത്തെ സമരം വെള്ളിയാഴ്ചയാണ് ആരംഭിച്ചത്. ആന്ധ്രാപ്രദേശിൽ ക്ഷേത്രങ്ങൾക്ക് നേരെ നടന്ന ആക്രമണം അന്വേഷിക്കുന്നതിന് സംസ്ഥാന സർക്കാർ SP GV അശോക് കുമാറിന്റെ നേതൃത്വത്തിൽ 16 അംഗ സംഘത്തെ നിയോഗിച്ചു. 2020 സെപ്റ്റംബർ മുതൽ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും സംഘം അന്വേഷിക്കും. ബലാകോട്ടിൽ 2019 ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ 300 ഭീകരർ കൊല്ലപ്പെട്ടെന്ന് പാകിസ്ഥാനിലെ മുൻ നയതന്ത്ര ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ. ഒരു പാക് ഉറുദു ചാനലിലാണ് നയതന്ത്ര ഉദ്യോഗസ്ഥനായ അഖ ഹിലാലിയുടെ വെളിപ്പെടുത്തൽ. ഇന്ത്യയുടേത് സർജിക്കൽ സ്ട്രൈക്കായിരുന്നുവെന്ന് പകുതി മനസ്സോടെയാണെങ്കിലും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ ആക്രമണത്തിൽ ആരും കൊല്ലപ്പെട്ടിട്ടില്ല എന്നായിരുന്നു പാകിസ്ഥാന്റെ നിലപാട്. 9 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്തതായി ഇന്ത്യൻ തീരസംരക്ഷണ സേന അറിയിച്ചു. സമുദ്ര അതിർത്തി ലംഘിച്ചെന്ന് ആരോപിച്ചായിരുന്നു ഇന്നലെ അറസ്റ്റ് നടന്നത്. ഇവർ സഞ്ചരിച്ച ബോട്ടും പിടിച്ചെടുത്തു. തമിഴ്നാട്ടിലെ രാമേശ്വരം സ്വദേശികളാണ് 9 പേരും. വൈദ്യുത ഗ്രിഡിലുണ്ടായ തകരാറിനെ തുടർന്ന് പാകിസ്ഥാൻ ഇരുട്ടിലായി. എല്ലാ പ്രധാന നഗരങ്ങളിലും വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. ദക്ഷിണ പാകിസ്ഥാനിൽ ഇന്നലെ രാത്രിയുണ്ടായ തകരാറാണ് ഇന്ന് പുലർച്ചെ രാജ്യമാകെ ഇരുട്ടിലാകാൻ കാരണമായതെന്ന് വൈദ്യുത മന്ത്രി ഒമർ അയൂബ് ഖാൻ ട്വീറ്റ് ചെയ്തു. 62 പേരുമായി തകർന്നു വീണ ഇന്തോനേഷ്യൻ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ രക്ഷാപ്രവർത്തകർ കണ്ടെത്തി. ജാവ കടലിൽ നിന്നാണ് വിമാനത്തിന്റെ ഭാഗങ്ങളും അവശിഷ്ടങ്ങളും രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 2:30 ജക്കാർത്തയിൽ നിന്ന് വെസ്റ്റ് കാളിമന്ദിനിലേക്ക് പുറപ്പെട്ട ശ്രീവിജയ എയർലൈൻസിന്റെ ബോയിംഗ് 737 വിമാനമാണ് ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ റഡാറിൽ നിന്നും അപ്രത്യക്ഷമായത്. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരം. വൈകിട്ട് 5 ചെന്നൈ ഒഡീഷയെയും രാത്രി 7:30 ജംഷഡ്പൂർ കേരള ബ്ലാസ്റ്റേഴ്സിനെയും നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. കോവിഡ് വാക്സിൻ വിതരണം സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിമാരുമായി നാളെ ചർച്ച നടത്തും. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 96.42%. നെല്ല് സംഭരിച്ച വകയിൽ 71 ലക്ഷത്തോളം കർഷകർക്ക് കൈമാറിയത് 1 ലക്ഷത്തോളം കോടി രൂപ. പക്ഷിപ്പനി കൂടുതൽ മേഖലകളിലേക്ക് പടരാതിരിക്കാൻ നടപടിയെടുക്കണമെന്ന് കേന്ദ്രം. ബലാകോട്ട് വ്യോമാക്രമണത്തിൽ 300 ഭീകരർ കൊല്ലപ്പെട്ടെന്ന് മുൻ പാക് നയതന്ത്ര ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @all India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക.